ഭദ്ര, എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പുതിയ അതിഥികൾ ആരൊക്കെയാണ്? ഹരിത, നമുക്ക് ഇന്ന് പ്രധാനപ്പെട്ട ഒരു അതിഥി കൂടി നമ്മുടെ കലോത്സവ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ എന്തായാലും പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ആളെ തന്നെ നമുക്ക് നേരിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ചിന്ത ജെറോമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ശ്രീമതി ചിന്ത ജെറോം, ഇന്ന് നമുക്ക് കലോത്സവത്തിന്റെ 4ാം ദിവസത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഓരോ കൊല്ലംകാരും അതുപോലെ നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു വേദിയിലേക്ക് എത്തുമ്പോൾ എക്സ്പീരിയൻസ്? ഭയങ്കര സന്തോഷമാണ്. കാരണം കൊല്ലത്തെ ജനങ്ങൾ മുഴുവൻ, എനിക്ക് തോന്നുന്നു വീട്ടിലാരും ഇല്ല, എല്ലാവരും ഇപ്പൊ കലോത്സവ സ്ഥലത്താണ്. മുഴുവൻ ആളുകളും വീടൊക്കെ പൂട്ടി മത്സരം കാണാൻ, കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വന്ന് നിൽക്കുന്ന ഒരു അനുഭവമാണ്. ഇതിന്റെ ഒരു സംഘാടക എന്ന നിലയിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പിന്നെ വലിയ പരാതികളൊന്നും ഉയർന്നു വന്നിട്ടില്ല. എല്ലാവരും ഒരുപോലെ ഏറ്റെടുത്തൊരു കലോത്സവമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ താങ്കളൊരു സംഘാടകയാണ്. അതുപോലെ തന്നെ സംഘാടനം നമുക്കറിയാം, മന്ത്രി അടക്കം പറഞ്ഞിട്ടുണ്ട് ഇത്തവണത്തെ സംഘാടനം എന്ന് പറയുന്നത് ഏറ്റവും മികവുറ്റ രീതിയിൽ തന്നെയാണ്, കറകളഞ്ഞ സംഘാടന രീതി തന്നെയാണ്. നമ്മൾ ഓരോ മാധ്യമങ്ങളും അത് ഓരോ പ്രാവശ്യവും എടുത്തു പറയുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം കഴിഞ്ഞ വേദികളിലൊക്കെ തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇത്തവണ നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ സംഘാടനത്തിന് വലിയൊരു കയ്യടി നമ്മുടെ കേരളവിഷന്റെ ഭാഗത്ത് നിന്ന് നൽകുകയാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പാട്ട് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കേരളവിഷൻ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, കാരണം നമ്മൾ ഈ കലോത്സവ വേദിയിൽ വരുന്ന എല്ലാവരും തന്നെ കാണികളാണെങ്കിൽ പോലും കലാകാരന്മാരാണെന്നുള്ളതാണ്, പ്രത്യേകിച്ചും കൊല്ലംകാരൊക്കെ. അപ്പോൾ മേഡത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും? അല്ല, ഞാൻ മത്സരങ്ങളെല്ലാം ആസ്വദിക്കാറുണ്ട്. ഞാൻ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തൊക്കെ പ്രസംഗ മത്സരത്തിനാണ്. നമുക്കത് അറിയാം, പ്രസംഗ മത്സരമാണെന്നറിയാം. പക്ഷെ ഇപ്പോ പ്രസംഗം നമുക്ക് അത്ര ഇതില്ല. എന്നാലും പാട്ട് എന്തെങ്കിലും? ഇല്ല, പാട്ടൊന്നും ഇല്ല. നമുക്ക് എല്ലാവർക്കും കുട്ടികളുടെ കാണാനല്ലേ ഇപ്പൊ നിൽക്കുന്നത്. നമുക്ക് പിന്നെ ഒരു അവസരത്തിലാവും. അപ്പൊ എന്തായാലും വളരെയധികം നന്ദിയുണ്ട് ഈ ഒരു ചുരുങ്ങിയ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന്. വളരെയധികം നന്ദിയുണ്ട്. അപ്പം സംഘാടന പ്രവർത്തനം ഞാൻ ഒന്നും കൂടി എടുത്തു പറയാണ്, സർക്കാരിന്റെ സംഘാടന പ്രവർത്തനം വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും ശിവൻകുട്ടി സഖാവ് ഇവിടെ തന്നെ സ്റ്റേ ചെയ്ത് ഒരു കൊല്ലംകാരനായി നിന്ന് പ്രവർത്തിക്കുന്നു. മന്ത്രിമാർ, ഇപ്പൊ ബാലോത്സവമാണ് ചെയർമാൻ, അദ്ദേഹം പൂർണ്ണസമയം ഇവിടെയുണ്ട്. ചിഞ്ചുറാണി മിനിസ്റ്റർ, എല്ലാവരുടെയും ഒരു പൊതു ജനങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് ഏറ്റെടുത്തു എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന ഒരു കാര്യം. പക്ഷെ ഈ അപ്പീലുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അതിനെങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്? അല്ല, അതൊക്കെ അതിൻ്റെതായ പ്രൊസീജിയറിൽ അങ്ങ് നടക്കും. മത്സരമാകുമ്പം അപ്പീലുകളും ഒക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഞാൻ കാണുന്നൊരു കാര്യം, ഈ സ്റ്റേജാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്മാനം. കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ മത്സരിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അത് ഭാവിയിലും നിങ്ങൾക്ക് വലിയ കരുത്ത് പകരും. ബാക്കിയൊക്കെ അതിന്റെ ഭാഗമായി നടക്കും. എന്തായാലും മൊത്തത്തിൽ വലിയൊരു വിജയമാണ്. നമുക്ക് വിവാദങ്ങൾക്കൊന്നും സ്ഥാനമില്ല കലയുടെ മുമ്പിൽ. അതെല്ലാവരും കല ആസ്വദിക്കുക, കുട്ടികളൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. വളരെയധികം നന്ദിയുണ്ട് മാഡം. ഓക്കെ, ശരി. ഹരിത, നമുക്കിപ്പോൾ ചിന്ത ജെറോമായിരുന്നു നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. അവർ ഈ കലോത്സവ വേദിയുടെ ഒരു സംഘാടക പ്രവർത്തകരിൽ ഒരാൾ കൂടിയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കലോത്സവ വേദിയിലെ വിശേഷങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്കിനി വളരെ പെട്ടെന്ന് തന്നെ അടുത്ത അതിഥികളുമായി വരാം. ഹരിത. ശരി ഭദ്ര, വരും മണിക്കൂറുകളിലും നമുക്ക് കലോത്സവ വിശേഷങ്ങൾ അതാത് സമയങ്ങളിൽ എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. ഹൈസ്കൂൾ വിഭാഗം ഉറുദു ഉപന്യാസം